ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞങ്ങളുടെ രമേശ് ചെന്നിത്തല സാറ് മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ സാറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് വന്നു. ലിജു ആണെങ്കിലും നല്ലൊരു പ്രവർത്തകനാണ്. ലിജു അണ്ണൻ ജയിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സന്തോഷമാണ് രണ്ട് മന്ത്രിമാർ. സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. ലിജു അണ്ണനൊക്കെ ജയിച്ചു വന്നെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ വി ഡി സതീശൻ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുകയാണ്. അതുപോലെ ആലപ്പുഴക്കും വലിയ സന്തോഷമാണ്, പ്രത്യേകിച്ച് ഹരിപ്പാടുകാർക്ക്. ഹരിപ്പാട് രണ്ട് മന്ത്രിമാരാണ്, ലിജുവും ചെന്നിത്തലയും. ലിജു കായംകുളത്താണ് മത്സരിച്ചതെങ്കിലും ലിജു ഹരിപ്പാട് സ്വദേശിയാണ്. അപ്പോൾ ഹരിപ്പാടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം, അവരുടെ സന്തോഷം ഉണ്ടാവും, ഏറെ ആഹ്ലാദത്തിലായിരിക്കും അല്ലേ? സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മന്ത്രിയായാലും രമേശ് ചെന്നിത്തലയും ലിജു. ആലപ്പുഴക്ക് പ്രത്യേക പരിഗണന കിട്ടിയെന്ന് ഉണ്ട്. ഒരാൾ കൂടെ മന്ത്രിയായില്ല, രണ്ടുപേരല്ലായിരുന്നു. അതിൽ രണ്ടുപേർക്കും കിട്ടിയത് സന്തോഷമുണ്ട്. എന്താണ് ഒരു മന്ത്രിയോടൊക്കെ പറയാനുള്ളത്? എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്തോ രമേശ് ചെന്നിത്തല നേരത്തെ നിന്നിട്ടുള്ളതല്ലേ. പിന്നെ ബിജു കായംകുളത്തല്ലേ. കായംകുളത്താകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പുള്ളി ചെയ്യും, നല്ല രീതിയിൽ. ഈ പ്രാവശ്യം പ്രതീക്ഷയുണ്ട്. ചേട്ടാ, രണ്ടാളാണ് ഇപ്പൊ ഹരിപ്പാടുന്ന് മന്ത്രിമാരായിട്ട് വന്നിരിക്കുന്നത്. രണ്ടും പ്രഗത്ഭന്മാരായ രണ്ട് മന്ത്രിമാരാണ്. വിദ്യാഭ്യാസത്തിലും പ്രവർത്തനത്തിലും എല്ലാം നല്ല കാര്യക്ഷമതയുള്ള ആളുകളാണ്. ഒന്ന് പാരമ്പര്യമായിട്ട് രമേശ് ചെന്നിത്തല അദ്ദേഹം കൊച്ചിലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ട് കയറി നല്ല ക്യാബിനറ്റ് റാങ്കിലൊക്കെ വന്ന നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഒരേ പഞ്ചായത്തിൻ്റെ കാർത്തികപ്പള്ളി താലൂക്കിൽ രണ്ട് മന്ത്രിമാരെ കിട്ടിയതിൽ ഏറ്റവും അഭിമാനിക്കുന്നു. ലിജുവും കൂടി മന്ത്രി. ലിജുവും രമേശ് ചെന്നിത്തല അദ്ദേഹവും. ഒന്ന് ആനാരിയില ചെറുതന പഞ്ചായത്താണ്, ഇത് ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയാണ്. നല്ല പ്രഗത്ഭന്മാരായ രണ്ടുപേര് പഠിത്തം കൊണ്ടായാലും സാമൂഹികമായിട്ടും എല്ലാ കാര്യങ്ങളിലും നല്ല നിലയിൽ അവർ പ്രവർത്തിക്കുന്നുള്ള ദീർഘമായ വീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകാം. സന്തോഷം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞങ്ങളുടെ രമേശ് ചെന്നിത്തല സാറ് മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ സാറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് വന്നു. ലിജു ആണെങ്കിലും നല്ലൊരു പ്രവർത്തകനാണ്. ലിജു അണ്ണൻ ജയിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സന്തോഷമാണ് രണ്ട് മന്ത്രിമാർ. സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. ലിജു അണ്ണനൊക്കെ ജയിച്ചു വന്നെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ ചേച്ചി പറഞ്ഞ ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു മുഖ്യമന്ത്രി പോകുന്നത് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമായിരുന്നു. നടന്നില്ല. അതിലിപ്പോഴും സങ്കടമുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് പ്രതിഷേധം അതിനകത്ത്. അത് വി ഡി സതീശനായതിൽ ഉള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അവർ നേടിയെടുത്തു, അവർ മുദ്രാവാക്യം വിളിച്ച് നേടിയെടുത്തു എന്ന പോലെ ആയിപ്പോയി. അനങ്ങാൻ ഈ കരയുന്ന കുഞ്ഞിനേ ഉള്ളൂ പാല്, അല്ലാത്തവർക്ക് പാലില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സാർ ആവാഞ്ഞതില്ല, ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പൊ രണ്ടാം സ്ഥാനം കിട്ടി. ആദ്യമേ മുതലേ അവർ പറഞ്ഞത് സാറ് ആകുമെന്നായിരുന്നു. പക്ഷെ സാറിനെ ആക്കാഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്, അതിന് പ്രതിഷേധവും ഉണ്ട്. ഹരിപ്പാടുന്ന് രണ്ട് മന്ത്രിമാരെ കിട്ടിയിട്ടുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിന് നല്ല മന്ത്രിമാർ വരുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ സന്തോഷം ആർക്കും ഉണ്ടാവില്ല. അതിന് പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമൊന്നുമില്ല. പുതിയ ഭരണകർത്താൻ വന്നാലും ഞങ്ങളുടെ നാട് ഡെവലപ്മെൻ്റ് ആവുമല്ലോ. ലിജുവും രമേശ് ചെന്നിത്തല അദ്ദേഹവും വന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും. ഞങ്ങളുടെ മന്ത്രിസഭ വന്ന് ഞങ്ങളുടെ നാടിന് ഡെവലപ്മെൻറ്റും ഓരോ കാര്യങ്ങൾക്കും ഇത് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്കൊരു ഇത് ഉറപ്പുണ്ട്. എന്താണ് പുതിയ മന്ത്രിമാരോട് പറയാനുള്ളത്? ഹരിപ്പാട് പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഡെവലപ്പായുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇപ്പോൾ അദ്ദേഹത്തോടും ലിജു ഉമ്മനോടും അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തല അദ്ദേഹത്തോടും പറയാനുള്ളത്. ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാത്ത ഒരു ഹരിപ്പാടുകാരൻ എന്ന നിലയിൽ പ്രതിഷേധമുണ്ട്, അല്ല സങ്കടമുണ്ട്? അല്ല, അത് ഞങ്ങൾക്ക് സങ്കടം. അത് പാർട്ടി തീരുമാനവും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന പോലെ. അതിപ്പോൾ നമ്മൾ പൊതുജനങ്ങൾ വോട്ട് ചെയ്തെന്നും പറഞ്ഞ് നമ്മൾ തീരുമാനിക്കുന്ന പോലെ ചെയ്യാനൊക്കുന്ന കാര്യമല്ലല്ലോ. എങ്കിലും ആഭ്യന്തരം കിട്ടിയ അല്ലെങ്കിൽ രണ്ട് മന്ത്രിമാരെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. അത് അദ്ദേഹത്തിന് നല്ല പൊസിഷൻ തന്നെയാണല്ലോ കൊടുത്തേക്കുന്നത്. അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അല്ലാതെ വേറെ ഇതായിട്ട് ലോ ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ലല്ലോ കൊടുത്തത്. ആഭ്യന്തരമല്ലേ സതീഷ് സാർ കൊടുത്തിരിക്കുന്നത്. അത് വളരെയധികം സന്തോഷം. അവർ മന്ത്രിയായിട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ വികസനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ട് മന്ത്രിമാരാണ് കിട്ടിയത് ഒരു സ്ഥലത്ത്. സന്തോഷമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും വന്ന് ഹരിപ്പാടിന് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വികസനം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ ഹരിപ്പാട്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്.
ഞങ്ങൾ മന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഹരിപ്പാടിന് വേണ്ടിയിട്ട് ഇനി എന്തും ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചും വലിയ സന്തോഷമാണ്. കാരണം വളരെ ഇന്ന് സത്യപ്രതിജ്ഞയല്ല, അന്നേരം പിന്നെ വളരെ സന്തോഷമാണ്. ഇപ്പോൾ വേലായുധൻ്റെ നടയിൽ വരുന്നതാണ് പറയുന്നത്. വളരെ സന്തോഷമാണ്.